നോർമൽ നമ്മൾ ചെയ്യുന്ന കഥാപാത്രങ്ങൾ കരിയറിൽ എപ്പോഴും മറ്റുള്ള ഒരു ക്യാരക്ടറായിട്ട് രജിസ്റ്റർ ചെയ്യണം എന്ന് വിചാരിച്ചായിരിക്കും ഓരോ ക്യാരക്ടർ നമ്മൾ ചെയ്യുന്നത്. ചിലത് നോട്ടബിൾ ആവും, ചിലത് നോട്ടബിൾ ആവത്തില്ല. ഇപ്പൊ താങ്കളുടെ കരിയർ നോക്കുമ്പോൾ നോട്ടബിൾ ആവുന്ന ഒരുപാട് കഥാപാത്രങ്ങൾ വരുന്നുണ്ട്. അപ്പം എങ്ങനെയാണ് താങ്കളുടെ കഥയിലെ കഥാപാത്രങ്ങൾ എങ്ങനെ ചൂസ് ചെയ്യുന്നത്? അല്ലെങ്കിൽ എനിക്ക് കഥാപാത്രം എത്തിക്കാൻ ഫീച്ചർ ആയിരിക്കണം എന്നുണ്ടാവുമല്ലോ, എങ്ങനെയാണ് ചൂസ് ചെയ്യുന്നത്? ഇതുപോലെ തന്നെയാണ് ചിലപ്പം ഞാൻ ഒരു സ്ക്രിപ്റ്റ് കേൾക്കുമ്പോഴത്തേനും ആ കഥ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്, ആ കഥ ആൾക്കാരിലേക്ക് എത്തുന്ന രീതി എങ്ങനെയാണ്, എൻ്റെ ക്യാരക്ടർ എങ്ങനെയാണ് അതിനകത്ത് പോർട്രേ ചെയ്തിരിക്കുന്നത്, അതെനിക്ക് ചെയ്യാൻ പറ്റുമോ, അതെനിക്ക് നല്ല രീതിയിൽ അതിനോട് ജെന്യുവൻലി നമുക്കത് എന്താ ഫുൾ ജസ്റ്റിസോടെ നമുക്കത് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നോക്കിയിട്ടാണ് ഞാൻ ഓരോ ക്യാരക്ടേഴ്സ് ചൂസ് ചെയ്യുക. അപ്പം ഇങ്ങനത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ഇപ്പോൾ വരുന്നുള്ളത് കൊണ്ട് ഞാൻ അങ്ങനത്തെ പോർട്രേ ചെയ്യാൻ കൂടുതൽ ആഗ്രഹിക്കുകയും മാത്രമേ എനിക്ക് സാധിക്കുന്നുണ്ട്. അത് അങ്ങനത്തെ ക്യാരക്ടേഴ്സ് ഇപ്പൊ കുറെ വരുന്നുണ്ട്.